ചരിത്ര നാടകങ്ങൾ. സീതാലക്ഷ്മി, ഇ.വി. കൃഷ്ണപിള്ള, ഇ.വി. കുട്ടിപ്പിള്ള, ഇ.വി. കൃഷ്ണപിള്ള, കേരള രാജ കേശവദാസൻ, ഇ.വി. കൃഷ്ണപിള്ള. കാൽവരിയിലെ കൽപ്പവാതവം, കൈനിക്കര കുമാരപിള്ള. വേലുത്തമ്പിതളവ, കൈനിക്കര കുമാരപിള്ള. സ്വാതിതിരുനാൾ, കൈനിക്കര കുമാരപിള്ള. മുന്നാട്ടുവീരൻ, അപ്പൻ തമ്പുരാൻ. മാനവിക്രമവിജയം, അപ്പൻ തമ്പുരാൻ. ചേരമാൻ പെരുമാൾ, കട്ടപ്പന കൃഷ്ണമേനോൻ. പഴശ്ശിരാജ, കട്ടപ്പന കൃഷ്ണമേനോൻ. മാമാങ്കം, കട്ടപ്പന കൃഷ്ണമേനോൻ. തച്ചോളി ചന്തു, ചേരനാട് അച്യുതമേനോൻ. രാജ ബിംബരാജൻ, ജഗതി എൻ കെ ആചാരി. താജ്മഹൽ, ജഗതി എൻ കെ ആചാരി. കായംകുളം കൊച്ചുണ്ണി, ജഗതി എൻ കെ ആചാരി. ഉമ്മണിത്തങ്ക, ജഗതി എൻ കെ ആചാരി. ശക്തൻ തമ്പുരാൻ, പാട്ടത്തിൽ രാധാകൃഷ്ണ മേനോൻ. അമ്പ, ഉള്ളൂർ കാഞ്ചനസീത, ശ്രീകണ്ഠൻ നായർ. ലങ്കാലക്ഷ്മി, ശ്രീകണ്ഠൻ നായർ. ഹരിശ്ചന്ദ്രൻ, കൈനിക്കര കുമാരപിള്ള. മോഹവും മുക്തിയും, കൈനിക്കര കുമാരപിള്ള. കർണൻ, എം പി ചെല്ലപ്പൻ നായർ. മണ്ഡൂകരി, കെ എം പണിക്കർ. ധവസ്വാമിനി, കെ എം പണിക്കർ. ഭീഷ്മർ, കെ എം പണിക്കർ. മഹാത്മാ, കെ പി കേശവൻ. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി, കെ ദാമോദരൻ നായർ. രക്തപാനം, കെ ദാമോദരൻ. കൂട്ടുകൃഷി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പ്രതിമ, കുട്ടനാട് കെ രാമകൃഷ്ണപിള്ള. പ്രധാനമന്ത്രി, കേശവദേവ്. ചതുർ ഉപായങ്ങൾ, സാമം, ദാനം, വേദം, ദണ്ഡം. സപ്തവ്യസനങ്ങൾ, സ്ത്രീ, മദ്യം, മൃഗയ, അക്ഷയങ്ങൾ. വാച്യപാരുഷ്യം, ദണ്ഡപാരുഷ്യം, ജീവാസ്വപ്നം. മനോരമ സ്ഥാപിതമായത് 1890 കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ നേതൃത്വത്തിൽ. ഭാഷാഭൂഷണി സ്ഥാപിതമായ വർഷം 1005 കൊല്ലവർഷം. 1058 കൊല്ലവർഷം. 1058 ഭാഷാഭൂഷണി സ്ഥാപിതമായ വർഷം. രാമചരിതം സഹൃദയ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാള നിഘണ്ടുവിന്റെ അവതാരികയിൽ ആണ് രാമചരിതം സഹൃദയ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത്. പാഠഭാഷാ സാഹിത്യത്തിൽ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന മലയാളത്തിലെ ആദ്യ കാവ്യം ഏതാണ്? രാമചരിതം. പോർട്ടുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാക് രൂപമാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ഗുണ്ടർട്ട്. രാമചരിതത്തിന്റെ രചനാകാലം കൊല്ലം 5-ാം ശതകത്തിന്റെ, അതായത് ക്രിസ്തുവിന് 13-ാം ശതകം അവസാനമാണെന്ന് അഭിപ്രായപ്പെട്ടത് AR രാജരാജവർമ്മ. രാമചരിതത്തിന്റെ രചനാകാലം 12-ാം ശതകമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ. കമ്പരാമായണ കർത്താവായ കമ്പരുടെ കാലം അവസാനിക്കുന്നത് 1500 ആകയാൽ 1200-1500 ഇടയിലാണ് രാമചരിതം രചിച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. 1195 മുതൽ 1208 വരെ വേണാട് ഭരിച്ചിരുന്ന ശ്രീ രാമവർമ്മയാണ് രാമചരിത കർത്താവായ ശ്രീരാമ കവി എന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ. ഉത്തര കേരളത്തിലെ മണിയാടി നായന്മാർക്കിടയിൽ വളരെ പ്രചാരമുണ്ടായിരുന്ന രാമചരിതം പാട്ട് ആരുടെ പൂർവികരിൽ ഒരാളാണ് എഴുതിയതെന്ന് അഭിപ്രായപ്പെട്ടത് പ്രൊഫസർ PV കൃഷ്ണൻ നായർ. എത്ര പാട്ടുകൾ അല്ലെങ്കിൽ ശീലുകൾ ഉള്ള കാവ്യമാണ് രാമചരിതം? 1814. രാമചരിതത്തിൽ എത്ര പടലങ്ങളുണ്ട്? 1164. രാമായണത്തിലെ ഏതു ഭാഗമാണ് രാമചരിതത്തിന്റെ ഇതിവൃത്തം? യുദ്ധകാണ്ഡം. ചെന്തമിഴും മലയാളവും കലർന്ന മിശ്ര ഭാഷയാണ് രാമചരിതത്തിൻ്റെത് എന്ന് അഭിപ്രായപ്പെട്ടത് ആറ്റൂർ. കരിന്തമിഴ് മലയാളത്തിന്റെ അവസാന കാലത്തുണ്ടായ കൃതിയായതിനാൽ അന്നത്തെ ഭാഷാരൂപമാണ് രാമചരിതത്തിൻ്റെതെന്ന് അഭിപ്രായപ്പെട്ടത് കേരളപാണി. രാമചരിതം അതുണ്ടായ കാലത്ത് മലയാള പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് എഴുതിയതെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ. ഭാഷാ പരിമളത്തിന്റെ കർത്താവ് ഡോക്ടർ നെടുവട്ടം ഗോപാലൻ നായർ. രാമചരിതത്തിന്റെ രചനയിൽ
കൂത്തരങ്ങിന്റെ സ്വാധീനമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് നെടുവട്ടം ഗോപാലൻ നായർ. ഇത് തമിഴ് കാവ്യമോ മലയാള കാവ്യമോ എന്ന് നിർണയിക്ക മുടിയാതെ ഇല്ലയാത് എന്ന രാമചരിതത്തെ കുറിച്ച് പറയുന്നത് തമിഴ് പണ്ഡിതനായ PK ഗോപിനാഥ റാവു. തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും അനുഗ്രഹം കൊണ്ട് മാധുര്യവും പ്രൗഢവും സമാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരാജിതമായിരിക്കുന്നു. ആരുടെ വാക്കുകൾ? ഡോക്ടർ PK നാരായണപിള്ള. തനി മലയാളത്തിന്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യമായി ഡാഷ് രാമചരിതത്തെ വിലയിരുത്തുന്നു ഡോക്ടർ KN എഴുത്തച്ഛൻ. കണ്ണശ കവികളുടെ ജന്മദേശം തിരുവല്ല താലൂക്കിൽ നിരണം. ഭാഷാ ഭഗവത്ഗീതയുടെ കർത്താവ് മാധവ പണിക്കർ. ഗീതയിലെ 700 ശ്ലോകങ്ങൾ സംഗ്രഹിച്ച ഡാഷ് ശ്ലോകങ്ങളിൽ മാധവ പണിക്കർ ഭാഷാ ഭഗവത്ഗീത രചിച്ചു. 323. ജ്ഞാനേശ്വരി എന്ന പേരിൽ മറാഠി ഭാഷയിൽ ഡാഷ് ഭഗവത്ഗീത വിവർത്തനം ചെയ്തു. ജ്ഞാനേശ്വരൻ, ജ്ഞാനദേവൻ. 1290. ഭരതമാലയുടെ കർത്താവ് ശങ്കരപ്പണിക്കർ. മലയാളത്തിന്റെ ആദ്യ ഭാരത സംഗ്രഹം ഭരതമാല. ഭരതമാലയിലെ ശ്ലോകങ്ങളുടെ എണ്ണം 1363. ശ്രീ ശങ്കരന്റെ ഗീതാകാവ്യത്തിന്റെ പേര് ശങ്കരഭാഷ്യം. സാഹിത്യമോ ബാഹ്യമോ ആന്തരികമോ ആയ ഒരൊറ്റ സംഭവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടിയാണ് ചെറുകഥ എന്ന് അഭിപ്രായപ്പെട്ടത് സോമൻ ബെൽറ്റുമോം. ചെറുകഥ ഒരു സാഹിത്യ ശാഖയായി അരങ്ങേറിയ നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്. മലയാളത്തിലെ ആദ്യത്തെ മാസിക രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യ ചെറുകഥയായി പരിഗണിച്ചു വരുന്നത് വാസനാവികൃതി. വാസനാവികൃതിയുടെ കർത്താവ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വാസനാവികൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനി. 1666 കുംഭം ലക്കം. കേസരി എന്ന തൂലികാനാമത്തിൽ കഥകൾ എഴുതിയ എഴുത്തുകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ദ്വാരക, മദിരാശി, പിത്തലാട്ടൻ തുടങ്ങിയ കഥകൾ എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കലികാല വൈഭവം, ഒരു മരണപത്രം തുടങ്ങിയ ചെറുകഥകൾ എഴുതിയത് മൂർഖൂത്ത് കുമാരൻ. ഒരു മുതലനായാട്ട്, മേൽവിലാസം തുടങ്ങിയ ചെറുകഥകൾ എഴുതിയത് CS ഗോപാലൻ പണിക്കർ. കല്യാണിക്കുട്ടി, നാരായണൻകുട്ടി എന്നീ കഥകൾ രചിച്ചത് ഒടുവിൽ കുഞ്ഞി കൃഷ്ണമേനോൻ. ഉളി പിടിച്ച കയ്യ്, കൈമളാശാന്റെ കല്യാണം എന്നീ കഥകൾ രചിച്ചത് അമ്പാടി നാരായണ പൊതുവാൾ. കണ്ണിപ്പറമ്പിലെ കൊലപാതകങ്ങൾ, മച്ചാട്ടുമലയിലെ ഭൂതം എന്നീ കഥകൾ എഴുതിയത് MRKC ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമേനോൻ. ആരാന്റെ കുട്ടി, ഞാനും എന്റെ പേടിയും എന്നീ കഥകൾ എഴുതിയത് K സുകുമാരൻ. എനിക്ക് ആത്മഹത്യ ചെയ്യുവാൻ മതിയായ കാരണമില്ല. ആരുടെ ചെറുകഥയാണ്? CV കുഞ്ഞിരാമൻ. ചെറുകഥ എഴുത്തുകാരൻ അപ്പഞ്ഞി മൂപ്പൻ നായർ, കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ. ഇത് വിചാരിച്ചില്ല അപ്പൻ തമ്പുരാൻ. ചിരുദേവി, ശ്രീപുരി നാരായണൻ നമ്പൂതിരി. EV കൃഷ്ണപിള്ളയുടെ 43 കഥകളുടെ സമാഹാരമാണ് 1937 പ്രസിദ്ധീകരിച്ച കേളി സൗധം. രജനീ രംഗം, വീട്ടിൽ ഭട്ടതിരിപ്പാട്. വാൽക്കണ്ണാടി, MRB. പൂങ്കുല, മുത്തിരിങ്ങോട്ട് ഭവത് റോഡ്. ആത്മഭൂതി, മുന്തിരിങ്ങോട്ട് ഭവത് റോഡ്. കാമുകി, പുലിമാന പരമേശ്വരൻ പിള്ള. മഴവില്ല്, പുലിമാന പരമേശ്വരൻ പിള്ള. വെള്ളപ്പൊക്കത്തിൽ, തകഴി. തകഴിയുടെ പ്രധാന കഥാസമാഹാരങ്ങൾ: പതിവ്രത, അടിയൊഴുക്ക്, പ്രതിജ്ഞ, ഈങ്കുലാവ്, നിത്യകന്യക. തകഴിയുടെ കഥകൾ: പുതുമലർ, മാഞ്ചുവട്ടിൽ, ചരിത്രസത്യങ്ങൾ, മകളുടെ മകൾ. കേശവദേവിന്റെ കഥാസമാഹാരങ്ങൾ: ദീനാമ്മ, ജീവിതചക്രം, പ്രവാഹം, ഉഷസ്, അഭിവരൻ, അന്നത്തെ നാടകം, റെഡ് വാളണ്ടിയർ, കാമുന്റെ കത്ത്. SK പൊറ്റക്കാടിന്റെ കഥാസമാഹാരങ്ങൾ: കവനകൗമുദി, പുള്ളിമാൻ, രാജമല്ലി, കനകാംബരം, ഇന്ദ്രനീലം, നിശാഗന്ധി, ചന്ദ്രകാന്തം. പൊൻകുന്നൻ വർക്കിയുടെ കഥാസമാഹാരങ്ങൾ: ഇടിവണ്ടി, വികാരസദനം, ശബ്ദിക്കുന്ന കലപ്പ, നാട്ടുവെളിച്ചം, നിവേദനം, ആരാമം, ദാഹം, ഭൂപ്പാലിക, വിട്ടുപോയ കാര്യം, മോഡൽ. ഏത് കഥ എഴുതിയതിനാണ് തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ പൊൻകുന്നം വർക്കിയെ ജയിലിലടച്ചത്? മോഡൽ.
ലൈംഗിക സ്വഭാവമുള്ള ബഷീർ പ്രസിദ്ധമായ കഥാശബ്ദങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാന കഥാസമാഹാരങ്ങൾ: ഓർമ്മക്കുറിപ്പ്, പാവപ്പെട്ടവരുടെ വേശ്യ, വിശപ്പ്, വിഡ്ഢികളുടെ സ്വർഗം, വിശ്വവിഖ്യാതമായ മൂക്ക്, അനർഘ നിമിഷങ്ങൾ, ചിരിക്കുന്ന മനപ്പാവ്. ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച കൃതി യാ ഇലാഹി. കഥ, കവിത, ലേഖനം എന്നിവയുടെ സങ്കലനമായ ബഷീർ കൃതി യാ ഇലാഹി. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ചെറുകഥാകൃത്ത് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബിന്റെ കഥാസമാഹാരം: നീർച്ചാലുകൾ, തേൻമുള്ളുകൾ, നവോന്മേഷം, തുറന്നിട്ട ജാലകം, കൂമ്പെടുക്കുന്ന മണ്ണ്, കതിർക്കറ്റ, മൗലവിയും ചങ്ങാതിമാർ. കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥാസമാഹാരങ്ങൾ: അമ്പലപ്പറമ്പിൽ, മേൽവിലാസം, കാരൂർ കഥകൾ, മരപ്പാവകൾ, പൂവമ്പഴം, അസ്ത്രോളകർ, ഇരുട്ടിൽ, ഗൃഹനായിക, ഒരു പിടി മണ്ണ്, മീൻകായ്. 1969 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാരൂരിന്റെ കഥാസമാഹാരം മോതിരം. ലളിതാംബൈ അന്തർജനത്തിന്റെ കഥാസമാഹാരങ്ങൾ: മൂടുപടത്തിൽ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കാലത്തിന്റെ ഈടുകൾ, കണ്ണീരിന്റെ പുഞ്ചിരി, ആദ്യത്തെ കഥകൾ.